യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. മോർണിംഗ് ട്യൂബിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനം നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. നാം ദൈവത്തെ അറിയുന്നത് ദൈവശക്തി നമ്മിലേക്ക് വ്യാപരിപ്പാനും നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം ദാനം ചെയ്യുന്ന ആ അനുഗ്രഹ പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും എന്നുള്ളതായ വചനം നമുക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള വേദഭാഗമാണ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. 2 പത്രോസ് 1 അധ്യായം 4 വാക്യം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ദൈവം നമ്മെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നുള്ളതായ കാര്യമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവം എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ദൈവത്തിൻ്റെ ആത്യന്തിക ഉദ്ദേശം എന്താണ്? നാം ഈ വാക്യത്തിൽ വായിച്ചു നിർത്തിയതായ ഭാഗം ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. നമ്മൾ വായിച്ചു നിർത്തിയതായ ഭാഗം, ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ. ഈ ലോകത്തിലുള്ള മാനുഷിക സ്വഭാവത്തിലല്ല നമ്മൾ കടന്നു വരേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ആ ദിവ്യ സ്വഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനാണ് കർത്താവ് നമുക്ക് വേണ്ടി രക്ഷയൊരുക്കിയത്. ആ രക്ഷയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ദിവ്യ സ്വഭാവത്തിന് അല്ലെങ്കിൽ ദൈവത്തോടുകൂടെ നാം കൂട്ടാളികളായി തീരുവാൻ, ദൈവത്തോട് നാം പാർട്ടേക്കേഴ്സായി തീരുവാൻ, പങ്കാളികളായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ വായിച്ചു, അവയാൽ 4 വാക്യം, അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഏവയാൽ എന്ന് ചോദിച്ചാൽ, നാം ദൈവത്തെ അറിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ ദിവ്യശക്തിയാൽ. അപ്പോൾ ദൈവത്തെ അറിയുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒന്നാണ് ദിവ്യശക്തി. ദിവ്യശക്തി അവർക്ക് വേണ്ടി വ്യാപരിക്കും. അപ്പോൾ ആ ദിവ്യശക്തി നമ്മുടെ ജീവനും ഭക്തിക്ക് വേണ്ടത് നമുക്ക് തരിക മാത്രമല്ല, ആ ദൈവശക്തിയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ദൈവവചനത്തിലെ വാഗ്ദത്തങ്ങൾ ഓരോന്നും നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നതാണ്. പക്ഷെ അത് നമ്മുടേതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നാം ആ ദിവ്യശക്തി അനുഭവിക്കണം, ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് കേവലം ദൈവത്തെ നമ്മൾ അറിയുക എന്നുള്ളതല്ല, ദൈവത്തെ അവനായിരിക്കുന്നത് പോലെ നമ്മൾ അറിയണം. അതുപോലെ അവൻ്റെ കൽപ്പനകളെ അറിയണം. കൽപ്പനകളെ അറിയുക മാത്രമല്ല, കൽപ്പനകളെ അനുസരിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള ആളുകളിൽ ദൈവം തൻ്റെ ശക്തിയെ പകരും. ആ ശക്തി അവർക്ക് കൃപയും സമാധാനം കൊടുക്കും, അവരുടെ ജീവന് ഭക്തിക്ക് വേണ്ടതൊക്കെയും കൊടുക്കും. അതുപോലെ ഇവിടെ നമ്മൾ വായിക്കുന്നു, അതിമഹത്തായ വിലയേറിയതായ വാഗ്ദത്തങ്ങളെ ദൈവം നമുക്ക് തരും. ഈ പ്രോമിസസ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പ്രോമിസ് പറയുന്ന ആളാരാണെന്നുള്ളതാണ് ആ പ്രോമിസിൻ്റെ സാധുത വർദ്ധിപ്പിക്കുന്നത്. ഒരിക്കലും വ്യാജം പറയാത്തവനായ ദൈവം, സകലത്തെയും ഭരിക്കുന്നവനായ ദൈവം, സകലത്തെയും നിയന്ത്രിക്കുന്നവനായ ദൈവം നമുക്കൊരു വാഗ്ദത്തം നൽകിയെങ്കിൽ ആ വാഗ്ദത്തം വിലയേറിയതാണ്, അത് അതിമഹത്താണ്. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ഈ വാഗ്ദത്തങ്ങളെ അതിമഹത്തായിട്ടുള്ളതും അതുപോലെ വിലയേറിയതായിട്ടും താൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ വാഗ്ദത്തങ്ങളും ഒരു ദൈവവേദലിന് ഉടമസ്ഥത ഉള്ളതാണെന്ന് അവന് തോന്നണം. അത് തോന്നണമെങ്കിൽ അവൻ ആ ദിവ്യശക്തി പ്രാപിച്ചവനായിരിക്കണം. ഈ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുമ്പോൾ, ഈ ദിവ്യശക്തി പ്രാപിക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിയുക മാത്രമല്ല, ഇവിടെ പറയുന്നു നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുന്നു. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതായ പദ്ധതി എത്ര വലുതാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് യേശുക്രിസ്തുവിലേക്ക് ഇതുവരെ വരാത്തവരായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ നിങ്ങൾ അതിനായിട്ടുള്ള ഒരു സമർപ്പണത്തിലേക്ക് കടന്നു വരണം. കർത്താവ് യേശുക്രിസ്തു മൂലമുള്ള രക്ഷ, കർത്താവ് യേശുക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, നിങ്ങൾ അനുസരിക്കുമ്പോൾ,
നിങ്ങൾ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിടയായിത്തീരും. എന്തുമാത്രമല്ല, ലോകത്തിൻ്റെ നാശത്തിൽ നിന്നും നിങ്ങൾ വിട്ടൊഴിയുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളിടയാക്കി തീർക്കും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ലോകത്തിൻ്റെ നാശത്തെ വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി തീരുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങിടയാക്കണമേ. ദൈവത്തെ അറിയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗ്യമാണ്. കേവലം ഒരു അറിവ് മാത്രമല്ല, ആ അറിവിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതായ അനുസരണം, ദൈവത്തോടുള്ള ആ ഭക്തി, ദൈവത്തോടുള്ള വിശ്വാസം, അവയെല്ലാം വർദ്ധിച്ചു വന്ന് ദൈവശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിപ്പാനും കൃപയും സമാധാനവും ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും അതിമഹത്വവും അതുപോലെ വിലയേറിയതുമായ വാഗ്ദത്തങ്ങളും ദിവ്യ സ്വഭാവത്തിനുള്ള ആ കൂട്ടാളികളായി തീരുവാൻ ഞങ്ങളെ എവരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. Thank you for watching Morning Dew. Kindly tuned up for next day messages.